What are the characteristics of good product design? What are the characteristics of good product design? What are the characteristics of good product design? ഞാനേ കിടക്കാണ്. ഇത്ര വേഗോ? നാളെ പരീക്ഷയാണോ ചങ്ങായി? പരീക്ഷയ്ക്ക് ഉറങ്ങാൻ പാടില്ലെന്നുണ്ടോ? പഠിക്കണ്ടേ? പഠിച്ചിടത്തോളൊക്കെ മതി. ഇനി പഠിച്ചാലേ തല പെരുത്ത് തള്ളക്കി വിളിക്കും. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സില്ല. എടാ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മതി, നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഉറക്കുളച്ചുള്ള ഹാർഡ് വർക്ക് ഒന്നും എനിക്ക് സെറ്റ് ആവില്ല മോനെ. ഞാൻ കിടക്കട്ടെ. വെറുതെ അല്ല ഒറ്റൊന്നിലും പാസ്സാവാത്ത. നീ സ്റ്റേറ്റ് ഫസ്റ്റ് ആണല്ലോ, എന്നെക്കാട്ടിലും 1.25 മാർക്ക് കൂടുതലാണെന്ന് കരുതി നീ ജയിച്ചിട്ടൊന്നുമില്ലല്ലോ. ഉറപ്പി തോൽക്കുന്നതിനേക്കാൾ അന്തസ്സുണ്ടടാ പൊരുതി തോൽക്കുന്നതിന്. എന്നാ മോൻ ഹാർഡ് വർക്ക് ചെയ്ത് പോരുത്. ഒറ്റ രാത്രി കൊണ്ട് സിലബസ് അരച്ച് കലക്കി കുടിക്കാൻ നടക്കുക മണ്ടൻ. എന്റെ ഹാർഡ് വർക്കിനെ പുച്ഛിക്കുന്നോടാ. നോക്കിക്കോ, ഇത്തവണ ഞാൻ ഈ എക്സാം തകർക്കും. പ്രോഫിറ്റബിലിറ്റി ഈസ് മോസ്റ്റ് ക്രൂഷ്യൽ. 99% പഠിച്ചു തീർത്തു. അപ്പൊ ബാക്കി അത് കണ്ണു കട്ടാതിരിക്കാൻ മാറ്റി വെച്ചു. നല്ലതാ. ഇനി എക്സാം ഒന്നും തുടങ്ങി കിട്ടിയാൽ മതി, എഴുതി തകർക്കും ഞാൻ. എന്റെ കൈയൊക്കെ തരിക്കുന്നു. അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നു. സയൻസ് കഷ്ടപ്പാടാണ് ഉണ്ണി, കൊമേഴ്സല്ലോ സുഖപ്രദം. നിന്റെ നാടകം ഞാൻ കുറെ നേരമായി കാണുന്നു. എക്സാം ഹാളിൽ കയറിയപ്പോ തുടങ്ങി ഉറക്ക. നീയൊക്കെ എന്തിനാണ് വരുന്നത്? വെറുതെ ഒരു ആൻസർ ഷീറ്റ് വേസ്റ്റ് ആക്കാൻ വേണ്ടി. അത് സാർ ഞാൻ പിന്നെ അത് ആ പേപ്പറിങ്ങതാ. എനിക്ക് കാര്യമായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല. അതില് പുതുമയൊന്നും ഇല്ലാലോ. ഇതെന്നാടാ ECG റിപ്പോർട്ടോ? സാധാരണ വെറുതെ ഇരുന്ന് എഴുതാതെ സമയം കളയും, ഇത്തവണ ഉറങ്ങി സമയം കളഞ്ഞു. ആ ഒരു വ്യത്യാസം മാത്രം. എന്തായാലും തോൽവി സുനിശ്ചിതം. അറിയാതെ നീ ഉറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്നിട്ടാണോടാ മഹാഭാവി ഒന്ന് ഒച്ച വെച്ചിരുന്നേൽ, ഒന്ന് വിളിച്ചിരുന്നേൽ. ഇന്നലെ രാത്രി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതല്ലേ പാവം, അതിന്റെ ക്ഷീണം കാരണം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. റിവെഞ്ച് എടുക്കാണ് സജി. ഇനി എന്താ പ്ലാന്? എന്ത്? വീട്ടിൽ പോയി ബാലൻസ് ഉള്ളതും കൂടെ സുഖമായി ഉറങ്ങണം. അത് ഇന്നലെ രാത്രി അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? അതിൽ പൊരുതി തോൽക്കുന്നതിന്റെ സുഖം കിട്ടില്ലാലോ. ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ് എന്നല്ലേ? അത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക്. ഹാർഡ് വർക്ക് എന്ന പേരിൽ ബാഡ് വർക്ക് ചെയ്യുന്നവർക്കല്ല.